സംസ്ഥാന ബജറ്റിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന് മികച്ച പരിഗണനയാണ് ലഭിച്ചിരിക്കുന്നത് എന്നും ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുക വഴി നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വലിയ കുതിപ്പാകുമെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അറിയിച്ചു. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിനും കൃഷിയെയും മലയോര ജനതയെയും സംരക്ഷിക്കുന്നതിനും പ്രത്യേക പാക്കേജ് അനുവദിച്ചിരിക്കുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കോരുത്തോട്, മുണ്ടക്കയം, എരുമേലി പഞ്ചായത്തുകൾക്ക് ഏറെ ആശ്വാസകരമാകും. ടൂറിസം വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിരിക്കുന്നതും അധിക ധനവിഹിതം അനുവദിച്ചിരിക്കുന്നതും തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര തുടങ്ങിയ പഞ്ചായത്തുകളിൽ ടൂറിസം വികസനത്തിന് ഏറെ സഹായകരമാകും. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന പേരിൽ സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണർവേകും. കൂടാതെ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഉപകരിക്കുന്ന താഴെ പറയുന്ന പദ്ധതികൾക്കും ബജറ്റിൽ ടോക്കൺ പ്രൊവിഷനോടുകൂടി പ്രാഥമിക അനുമതി ലഭ്യമായിട്ടുണ്ട്. മുണ്ടക്കയം ടൗണിൽ മുണ്ടക്കയം കോസ്വേയ്ക്ക് സമാന്തരമായി മണിമലയാറിന് കുറുകെ പുതിയ പാലം, പുഞ്ചവയൽ ഗവൺമെന്റ് LPS, കുന്നോന്നി GHW LPS, മുരിക്കുംവയൽ ഗവൺമെന്റ് LPS എന്നീ സ്കൂളുകൾക്ക് കെട്ടിട നിർമ്മാണ പദ്ധതി, പൂഞ്ഞാർ IHRD എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ മിനി IT പാർക്ക്, കൂട്ടിക്കൽ കേന്ദ്രീകരിച്ച് JJ മർഫി സ്മാരക റബ്ബർ അധിഷ്ഠിത വ്യവസായ പാർക്ക്, കരിനിലം പുഞ്ചവയൽ 504 കുഴിമാവ് റോഡ് BM&BC നിലവാരത്തിൽ റീടാറിംഗ്, പുഞ്ചവയലിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്. നമ്മുടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണം തടയുന്നതിനും അതിൽ നിന്ന് മലയോര മേഖലയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനും പ്രത്യേകമായൊരു പാക്കേജ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ എരുമേലിയുടെ കൂടി വികസനത്തിന് ഉപയുക്തമാവുന്ന വിധത്തിൽ ശബരിമല മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകിയിരിക്കുന്നതും തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കുമെല്ലാം എരുമേലി മേഖലയ്ക്കുമെല്ലാം വലിയ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതോടൊപ്പം ടൂറിസം മേഖലയുടെ വികസനത്തിനും നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും അധിക തുക വകയിരുത്തിയിരിക്കുന്നതും ടൂറിസം രംഗത്തെ പ്രോത്സാഹജനകമായ നടപടികളും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. സ്കിൽ ഡെവലപ്മെന്റ്, കരിയർ ഗൈഡൻസ് എന്നീ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രം സ്ഥാപിക്കൽ, മുണ്ടക്കയത്ത് ഫയർ സ്റ്റേഷൻ, മുണ്ടക്കയത്ത് ITI സ്ഥാപിക്കൽ, കുളത്തുങ്കൽ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ പൊടിമറ്റത്ത് നീന്തൽക്കുളം നിർമ്മാണം എന്നിവയാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ ലഭിച്ചിട്ടുള്ള പദ്ധതികൾ.